നമ്മളിപ്പോൾ ഉള്ളത് ഇലക്ട്രോ ഗ്യാരേജ് എടപ്പള്ളിയാണ്. നിങ്ങളൊരു കാറുള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഉപകാരപ്പെടും. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, ഇലക്ട്രിക്കലി എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി ഒരു ഷോറൂമിൽ കൊണ്ടുപോകണം. അവർ പറയുന്നത് എന്തുവാ, അത് മാറുക എന്നിട്ട് പുതിയത് വെക്കുക, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യണമെന്നൊന്നും ഒരു ഷോറൂമിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും അങ്ങനെ ചെറിയ കാരണം യൂസ്ഡ് വണ്ടി ആകുമ്പോഴത്തേക്ക് ചെറിയ കംപ്ലയിൻറ്റുകളൊക്കെ എന്തുമായാലും വരും. അപ്പം ഞാൻ വിചാരിച്ചെന്ന് മാറാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ജിജു ചേട്ടൻ, ഇതിൻ്റെ ഇലക്ട്രോയുടെ ഓണറാണ്, ഈ ഒരു ഗ്യാരേജിൻ്റെ ഓണറാണ് ജിജു ചേട്ടൻ എന്ന് പറഞ്ഞു, എന്തിനാ അത് മാറുന്നത്, നമുക്ക് റെഡിയാക്കി വെക്കാൻ വെറുതെ അത്രയും പൈസ കളയണ്ടായല്ലോ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷറി വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാ സർവീസും ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഈ പറയുന്ന ഹിസ്റ്ററി സഹിതം ഇവിടെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കയറും. ഈ ഷോറൂമിലൊക്കെ കൊടുക്കുന്നതിൻ്റെ അത്രയും പൈസയൊന്നും ഇവിടെ ആവത്തില്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ കാണിക്കാം. ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രീമിയം വണ്ടികളും ഇവിടെ ഉണ്ട്. നോക്കിയാൽ മതി, നിറഞ്ഞു കിടക്കുക. അപ്പം നമ്മുടെ ബെൻസ് ഒന്ന് സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ നേരെ ഇലക്ട്രോയിലാണ് വന്നത്. ജിജു ചേട്ടനെ നമുക്ക് നേരത്തെയായിട്ട് അറിയാവുന്നതാണ്, നമ്മുടെ ജിജു ചേട്ടൻ്റെ ഫ്രണ്ടാണ്. നമ്മുടെ മെയിൻ ലക്ഷറി വണ്ടി എല്ലാം ഇവിടെയാണ് സർവീസ് ചെയ്യുന്നത്. നമ്മൾ ഷോറൂമിൽ ചെയ്യുന്ന അതേ ക്വാളിറ്റി, അതേ കാര്യങ്ങൾ, ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ അത്രയും ക്യാഷ് ഒന്നും ആവത്തുമില്ല. അപ്പം നിങ്ങളുടെ വണ്ടിക്ക് എന്ത് കംപ്ലയിൻറ്റ് കാര്യങ്ങൾ, അതായത് മെക്കാനിക്കൽ അങ്ങനെ എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു മിതമായ രീതിയിൽ റെഡിയാക്കി തരും കേട്ടോ. കാരണം നമ്മളിവിടെ വണ്ടി കൊടുത്തത് കൊണ്ട് പറഞ്ഞതാണ്. ഒട്ടുമിക്ക ബ്രാൻഡുകൾ ഇവിടെ വരുന്നതാണ്. അപ്പം ജിജു ചേട്ടാ വാ. അപ്പോൾ ഇതാണ് ജിജു ചേട്ടൻ. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ട്, നേരെ പോരാൻ പറഞ്ഞു. ജിജു ചേട്ടാ, ഇതിൻ്റെ കംപ്ലയിൻ്റ് ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് നോക്കി എന്തൊക്കെയാണെന്നുള്ളത്. മെയിനായിട്ട് സർവീസ് വേണം. ശരി. പുള്ളിക്കാരൻ നേരത്തെ ഇങ്ങനെ കേട്ടോ, നമ്മുടെ പ്രീമിയം വണ്ടിയിൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഓരോന്ന് പറയാം. അത് പറയുന്നില്ല നോക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സ്റ്റിയറിങ്ങിന് ചെറിയൊരു പ്രശ്നം കാണിക്കുന്നു. സ്റ്റിയറിങ് തിരിക്കുമ്പോൾ ഒരു ചെറിയ സൗണ്ട് ഉണ്ട്, ശ്രദ്ധിച്ചോന്ന് അറിയില്ല, വളരെ ചെറിയൊരു സൗണ്ട് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ഈ മീറ്റർ ക്ലസ്റ്റർ ഫേഡായിട്ട് നമ്മുടെ ഈ മീറ്റർ നമ്മൾ ഈ ഒരു ഇതിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്നറിയില്ല. ഇവിടെ നോക്കി കഴിയുമ്പോൾ സെൻറ്റർ ഭാഗം ഓൾറെഡി ഇതായിട്ടുണ്ട്, അതിൻ്റെ ഡിസ്പ്ലേ ഫേഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി നല്ല ക്ലിയർ ആയിട്ട് കാണേണ്ടതാണ്. പക്ഷെ ഇത് നല്ല സെൻറ്റർ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ പുള്ളി ഒരിക്കലും ഒരു കാര്യങ്ങളും മാറാൻ പറയത്തില്ല, കാര്യമില്ല, നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ശരി, അത് നല്ല രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാം. ശരി. ഇപ്പൊ അതെന്തെങ്കിലും വര വീണായിരുന്നു റിപ്പയർ ചെയ്യാൻ പറ്റുമായിരുന്നോ? വര വീണതാണെങ്കിൽ ചില കേസിൽ വര വീണുണ്ട്, അതാണെങ്കിൽ നമുക്ക് അതിന്റെ ഡിസ്പ്ലേ മാത്രമായിട്ട് നമുക്ക് മാറാം. അപ്പോഴും നമുക്ക് ഇത് മൊത്തത്തിൽ മാറണ്ട, ഡിസ്പ്ലേ മാത്രമായിട്ട് നമുക്ക് ആ ഒരു പോർഷൻ മാത്രമായിട്ട് നമുക്ക് മാറാൻ പറ്റും. ശരി. ഇപ്പൊ നമ്മൾ ഷോറൂമിൽ കൊണ്ടുവരുവാണെങ്കിൽ ഇവർ മാറാനല്ലേ പറയത്തുള്ളൂ? അത് ഫുള്ള് ക്ലസ്റ്റർ ആയിട്ട് മാറാനല്ലേ പറയത്തുള്ളൂ മാത്രമായിട്ട്. ശരി, ഓക്കെ. ഇതാണ്. പിന്നെ മൗണ്ടിങ്സ് കുറച്ച് വീക്കായിട്ട് തോന്നുന്നുണ്ട്, ചെറിയ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ശരി, ലിഫ്റ്റ് ആയിട്ട് നോക്കാം. ശരി, സ്കാനിങ് കൂടി ചെയ്തേ. ഓക്കെ. ഇത്രേ ഉള്ളൂ പരിപാടി. പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കത്തൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് പറഞ്ഞ് നമുക്ക് റെഡിയാക്കി എടുത്താൽ നീ വിഷമിക്കണ്ട, അല്ലെ പേടിക്കണ്ട, ഇത്രയ്ക്ക് ആകത്തുള്ളൂ. അപ്പോൾ ഒരു ലക്ഷറി കാർ എടുക്കുന്ന ഒരുമാതിരിപ്പെട്ടവരല്ലേ ഈ ലക്ഷറി കാർ എടുക്കുമ്പോഴത്തേക്ക് മനസ്സിൽ ചിന്ത വരുന്നത്, അയ്യോ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ കൈ നീക്കത്തില്ല തോന്നല കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല. അത്രയും വലിയ പണി വന്നാലേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കൈ നിൽക്കാവുന്നേ ഉള്ളൂ. കാരണം ഞാനൊരു ഒറ്റ കാര്യം ഞാൻ പറയാം, എൻ്റെ കയ്യിൽ ഇപ്പം കുറച്ച് വണ്ടികളുണ്ട്, പക്ഷേ ഇതിനെക്കാട്ടിലെല്ലാം മൈലേജ് ഉള്ള ഈ ഒരു സാധനത്തിന്, ഇപ്പം ഹൈലക്സ് ആണെങ്കിലും എൻഡവർ ആണെങ്കിലും ഥാറാണെങ്കിലും പിന്നെ റേഞ്ച് റോവർ ആണെങ്കിലും ഇതിനൊക്കെ മൈലേജ് ഇല്ല. ഇതൊന്നും മൈലേജ് നോക്കരുതല്ല, ശരിയാണ്. പക്ഷേ മൈലേജ് ഇല്ലാത്തൊരു വണ്ടി ഓടിച്ചിട്ട് മൈലേജ് ഉള്ളൊരു വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഫീല് വേറെയാണ്. ഒരു സി ക്ലാസ് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം പ്രീമിയം ലുക്കുമായി, പ്രീമിയം വണ്ടിയായി, ഒരു ന്യൂ ഷേപ്പാണ് വണ്ടി വരുന്നതും കണ്ടോ, ആ ഒരു ലുക്കിലാണ് സാധനം വരുന്നതും. കാരണം ഒരു ലക്ഷറിയാണ് ബ്ലാക്ക് വരുമ്പോഴത്തേക്ക്. ശരി, ഓക്കെ. പുള്ളി പക്ക പ്രൊഫഷണലാണ് കേട്ടോ.
ഇവിടെ വർഷങ്ങളായിട്ടുള്ളതാണ് ഇവിടെ. ചെറിയ സൗണ്ടുകൾ, റാഡ്ലിംഗ് സൗണ്ടുകളാണ് മെയിനായിട്ട്. ഉള്ളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നോക്കിയിട്ട് ചെറിയ ചെറിയ സൗണ്ടുകൾ വരുന്നുണ്ട്. അത് ഭയങ്കര വലിയ ഇതല്ല, പക്ഷെ നമ്മൾ നല്ല ഇതിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഡിസ്റ്റർബാണ്. അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇതിങ്ങനെ ചെറിയ സൗണ്ടിൽ കേൾക്കുമ്പോൾ നമുക്ക് ഡ്രൈവിങ്ങിലൊരു ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കും. ശരി, ഇത് മിക്ക വണ്ടികളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും ഇത് കേട്ടോ. ഇത് മെയിനായിട്ട് എന്തുകൊണ്ടായിരിക്കും സൗണ്ട് ഇങ്ങനെ വരുന്നത്? ഇതെന്തെങ്കിലും ഇതിനു മുമ്പ് എന്തെങ്കിലും അഴിച്ചിട്ട് അത് തിരിച്ച് ഫിറ്റ് ചെയ്തപ്പോൾ പ്രോപ്പർ ആവാണ്ടായിരിക്കാനാണ് സാധ്യത കൂടുതൽ. എന്തോ ഇളകി കിടക്കണ മാതിരിയാണ് തോന്നുന്നത്. ശരി, അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, റെഡിയായ. വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മളെന്നാലും അതൊന്ന് നമ്മൾ ഒരു പ്രീമിയം വണ്ടി അങ്ങനെ എടുത്തതല്ലേ, അപ്പോൾ അത് ക്ലിയർ ആക്കി തന്നെ കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. പ്രോപ്പറല്ല ഈ ഒരു ശരിയല്ലേ? ഞാനിതുവരെ ശ്രദ്ധിച്ചില്ല. ഇല്ല. അപ്പൊ ഇവിടെ തട്ടി നിൽക്കുന്നേ അത് എന്തോ അതിനകത്ത് എന്തോ ലൂസായി കിടക്കുന്നുണ്ട്. അപ്പം അതും പറഞ്ഞത് ചെയ്താൽ നല്ലതായിരിക്കും. ഇതുകൊണ്ട് വേറെ പ്രശ്നങ്ങളുണ്ടായിട്ടല്ല, പക്ഷെ പ്രോപ്പറായിട്ടുള്ള സൗണ്ട് അല്ല കാണിക്കുന്നത്. ഇതൊക്കെയാണ്, പക്ഷെ അത് ഓക്കെ അല്ല. ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. ആകെപ്പാടെ കംഫർട്ടുള്ള ഒരു വണ്ടി എന്ന് പറയാൻ ഇപ്പോൾ ഇതേ ഉള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെ ടയറും അലോയി എല്ലാം മാറി. ലുക്ക് മാത്രം നോക്കി ഒരു വണ്ടിക്ക് കംഫർട്ടിലുള്ളത് പറയാമല്ലോ. കമ്പനി സ്റ്റോക്ക് കിടക്കുന്ന വണ്ടി അങ്ങനെ കൊണ്ടു നടന്നാലേ കംഫർട്ട് കിട്ടത്തുള്ളൂ. ഇല്ലാതെ നമ്മളത് ഈ പണിയാൻ നിന്ന് കഴിഞ്ഞാൽ സത്യമായിട്ട് വിചാരിക്കുന്ന പോലൊന്നും അല്ല. നമ്മൾ കാണുമ്പോൾ വണ്ടി ലുക്കാണ്, അടാറാണ്, സെറ്റാണ്. പക്ഷേ പോകുമ്പോൾ അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. ഇതും കംപ്ലൈൻറ്റ് അതും ഇനി ഇല്ല. അതൊക്കെ ഉണ്ടല്ലോ. ഈ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. ഇത് പുറത്തുനിന്ന് വരുത്തുന്ന കാര്യമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇനി സമയം എടുക്കും ഒന്ന് വരാൻ വേണ്ടി. എല്ലാം ഉണ്ട്, അതുകളെല്ലാം നമ്മൾ റെഡി ഉണ്ടാവും. കാരണം ഇത് ഈ മോഡലുകൾക്ക് കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമാണ് ഈ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ശരി ശരി, നമുക്ക് പെട്ടെന്ന് നമുക്ക് മാറ്റി തരാം. ശരി ശരി, അടിപൊളി അടിപൊളി. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്ന കേട്ടോ. നമ്മൾ നല്ല ദൂരത്ത് നിന്നാണ് വരുന്നത്. അവിടെയും ഗ്യാരേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു പെർഫെക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ജിജു എന്നോട് വീഡിയോ ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി ഞാൻ എടുക്കുന്നത് വേറൊന്നുമല്ല, ആർക്കെങ്കിലും ഉപകാരപ്പെടും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും കൊണ്ട് പറയുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു ഷോറൂമിൽ പോയിട്ട് ഇലക്ട്രിക്കൽ പരമായിട്ട് എന്ത് സാധനം നിങ്ങൾ ചെറിയ കംപ്ലൈൻറ്റോടെ പോയാലും ശരി മാറാനല്ലേ പറയത്തുള്ളൂ, ഇല്ലേ? ഇവിടെ ആണെങ്കിൽ അത് റിപ്പയർ ചെയ്ത് തരും, അത്രേ ഉള്ളൂ. ഇതേ ഞാൻ പറയുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ഷോറൂമുകാരെ അധിക്ഷേപിക്കുകയോ കാര്യങ്ങളോ ഒന്നും അല്ല. അത് നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മിതമായ രീതിയിൽ അല്ലേ ഷോറൂമിൻ്റെ അത് നിങ്ങൾ വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. സെറ്റ്, വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട്. ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ബെൻസിന് കുറച്ച് വർക്ക് ഒരു 2 ദിവസം, കൂടിപ്പോൾ 2 ദിവസം എന്ന് പറഞ്ഞേക്കുന്നത്, അല്ലെ 1 ദിവസം, നാളെ അല്ലെ മറ്റന്നാളെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ബാക്കി നമുക്ക് റെഡി ആയിട്ട് കാണാം. ഓക്കെ, നമ്മുടെ ബെൻസിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ എനിക്കൊരു സർപ്രൈസ് ഇവർ തന്നിട്ടുണ്ട്. ജിജുചേട്ടൻ്റെ ടീമിലെ പിള്ളേർ, ഇവിടെ വർക്ക് ചെയ്യുന്ന പിള്ളേർ, അവർ കേക്ക് മേടിച്ച് ഹാപ്പി മോട്ടറിങ്. എൻ്റെ മോനെ, എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. പിള്ളേരുടെ സ്നേഹം, വണ്ടി നോക്കിയേ, ആ മോനെ. ഹാപ്പി മോട്ടോറിങ് ജോജിക് തമ്പി ബൈ ഇലക്ട്രോ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഇവിടെ സ്നേഹമൊന്നും പറയില്ല കേട്ടോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അമേരിച്ച് വണ്ടി എടുത്താൽ നമ്മളങ്ങ് പോയാൽ മതി. ഈ ചേട്ടാ ബാ എല്ലാവരും ബാ ബാ ബാ. ഒരുപാട് സന്തോഷമായി കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സർവീസ് ഇവിടുന്ന് അല്ല, ഞാൻ മേടിച്ചു അച്ചാൻ മേടിച്ചോണ്ട് വന്നതാണ്. പിള്ളേർക്ക് ഷവർമ. ബാ ബാ ബ്രോ, ബാ 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 ബാ. കട്ട് ചെയ്യട്ടെ എൻ്റെ ദൈവമേ, കാത്തോണേ. ആദ്യം അച്ഛൻ മുതലാളി. ഓക്കെ, സെറ്റല്ലേ കാര്യങ്ങൾ? എന്നാൽ എല്ലാവർക്കും മുറിച്ച് കൊടുത്തു. എടുക്ക്. ഒരുപാട് സന്തോഷമായി കേട്ടോ. കാരണം നമ്മൾ ഇവിടെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവർ കേക്ക് മേടിച്ച് ഇത്ര സെറ്റപ്പായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല.
അവരുടെ സന്തോഷം, ഞാനിവിടെ വന്നപ്പോഴേ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബ്രോ എന്നാ എടുക്ക് കഴി, ഇതുപോലെ കഴിച്ചോ, കഴിയും. അല്ല പയ്യനോട് മതി പോയിട്ട്. അപ്പോൾ ശരി പോട്ടോ, താങ്ക് യു കേട്ടോ. നമ്മുടെ ലക്ഷറി വണ്ടിയിൽ ഇവിടെ പണിയുന്നത് കേട്ടോ. 8-9 കൊല്ലമായിട്ട് ഇവിടെയാണ്. ഇപ്പം ജിജോച്ചാൻ്റെ വണ്ടിയാണെങ്കിലും നമ്മുടെ വണ്ടിയെല്ലാം ഇവിടെ പണിയുന്നത്. ഇപ്പം ജിജോച്ചേട്ടൻ മാത്രമല്ല കേട്ടോ, ഇതിലൊരു പാർട്ട്ണറും കൂടെ ഉണ്ട്, ഷ്യാമൻ. പുള്ളി ഇവിടെ ഇപ്പോൾ ദുബൈയിലല്ലേ? ഓക്കെ. ദുബൈയിലും ഇവർക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഞാനിത് ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ വിചാരിച്ച അച്ചായം കൊണ്ടുവന്ന് ഞാൻ അവർക്ക് ഷവർമ നമുക്ക് ഷവർമ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഷവർമ പറഞ്ഞത് ഇവര് പ്ലാൻ ചെയ്ത് വെച്ചാണത്. ഞാൻ വരുമ്പോഴേക്കും അവർ ഓൾറെഡി മേടിച്ചല്ലേ. നമ്മുടെ ബെൻസ് സർവീസ് എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ജീവിച്ചോട്ടെ എല്ലാം ക്ലിയർ ആയിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സർവീസുകളും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് പാഡ് ബാക്കിലത്തെ മാറിയിട്ടുണ്ട്, പിന്നെ ഓയിൽ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ സ്വിച്ചുകളൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് എല്ലാം ഓക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഡിസ്പ്ലേ ഫേഡായിരുന്നൊരു കംപ്ലൈൻറ്റ്, അതും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നിലവിൽ എല്ലാം സെറ്റാണ്. ഓക്കെ. അതുപോലെ നിങ്ങളുടെ വണ്ടി ഏതാണെങ്കിൽ ഞങ്ങളുടെ ഡിസ്പ്ലേ എന്തെങ്കിലും ഫേഡ് കാര്യങ്ങൾ വരെ എന്ത് വേണ്ടിയിട്ടുണ്ടെങ്കിലും ഇത് റിപ്പയർ ചെയ്ത് റെഡിയാക്കി തരും കേട്ടോ. അത് മാറണമെന്ന് പറയത്തില്ല, എന്തെങ്കിലും മാറണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ കാര്യങ്ങൾ മാറണമെന്നേ പറയത്തുള്ളൂ കേട്ടോ. പിന്നെ വേറെ എല്ലാം ക്ലിയർ, ബാക്കി ഇപ്പോൾ നോർമൽ എല്ലാം ഒക്കെയാണ്, ക്ലിയർ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാൻ കാര്യമൊന്നുമില്ല, ഞാൻ വീഡിയോയിൽ ഇത് വരാൻ പറയും, ആർക്കെങ്കിലും ഉപകാരം ഉള്ളതും കൂടാണിത്. പുള്ളിക്ക് അവിടെ ബിസിനസ് മാത്രമല്ല, എന്തായാലും എല്ലാവരും ബിസിനസ് ആയിട്ടിരിക്കുന്നതാണ്. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് ഉപകാരം കൂടെ പെടുന്നൊരു കാര്യം കൂടെയാണ്. ഇപ്പോൾ ഒരു ഷോറൂമിൽ ഇപ്പോൾ എന്ത് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ ഒരു അവർക്ക് എന്തെങ്കിലും മെനക്കെട്ട പണിയാണെങ്കിൽ അവരെന്തോ പറയുന്നത്, മാറ്റിക്കൊള്ളാനല്ലേ പറയത്തുള്ളൂ, അല്ലാതെ റീപ്ലേസ് ചെയ്യാനേ പറയത്തുള്ളൂ, റിപ്പയർ ചെയ്യാൻ പറയത്തില്ല. നമ്മുടെ അനുഭവമാണ്, നമ്മൾ വണ്ടിയും കൊണ്ട് നടക്കട്ടെ കുറേ നാളായി. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ മാറണ്ടാത്ത. ഇപ്പം വേറെ മെക്കാനിക്കലി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് മാറണമെന്ന് പറയുന്ന സാധനങ്ങളാണെങ്കിൽ അത്യാവശ്യം നോർമലി ഇനി മാറണം എന്ന് വെച്ചാൽ തന്നെ ദുബൈയിൽ നിന്ന് സാധനം കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് കേട്ടോ, അതും കൂടെ പറയുകയാണ്. ഇപ്പം നോർമലി മാറണമെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല റീസണബിൾ റേറ്റിൽ ദുബൈയിൽ നിന്ന് പുള്ളിക്ക് ഇറക്കാനുള്ള കോൺടാക്ട്സ് കാര്യങ്ങൾ, ദുബൈയിൽ ഷോപ്പുണ്ട് ഇവർക്ക്, അതും ചെയ്തു തരും. അത്രേ ഉള്ളൂ. എൻ്റെ ചിലവ് കേട്ടോ. അച്ഛാ എന്താ ചിലവ്, എന്താ കാര്യം പറ. ചിലവ് 4ാമതൊരു കുട്ടിയുണ്ടായി. 4ാമത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പരമ്പരയിലേക്ക് 4ാമതൊരു വണ്ടിപ്രാന്തനും കൂടി വന്നേക്കുവാണ്. 4 ആൺപിള്ളേരെ കേട്ടോ, ഓളടിച്ച്. അതിൻ്റെ സന്തോഷമായിട്ട് നമുക്ക് ഇവിടെ ഉള്ള പിള്ളേർക്കെല്ലാം ഓരോ ഷവർമ മേടിച്ചു കൊടുക്കും ഇല്ലേ? ആ ഒരു സന്തോഷം, എല്ലാവരുടെ സന്തോഷം, നമുക്ക് സന്തോഷം, അത്രേ ഉള്ളൂ, പിന്നെ അല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബെൻസ് സർവീസ് ചെയ്യാമെന്ന വീഡിയോ. അപ്പം ഇനിയും കുറച്ച് കിടിലം വണ്ടി പ്രാന്തുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.